ഓലുമുക്കിലെ വിറകടുപ്പിൽ തീയണയുമോ? സരസമ്മയുടെ ചായപ്പിടുകയ്ക്ക് KIPയുടെ ഒഴിപ്പിക്കൽ നോട്ടീസ്. കൊട്ടാരക്കര തൃക്കണമംഗൽ പ്ലാപ്പള്ളി റോഡിൽ 4 പതിറ്റാണ്ടിലേറെയായി ഓലുമുക്ക് നിവാസികളുടെ രുചിയും സ്നേഹവും നിറഞ്ഞുനിന്ന സരസമ്മയുടെ ചായപ്പിടുക ഓർമ്മയാകുന്നു. തട്ടത്ത് പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന സരസമ്മയുടെ കട ഒഴിഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട് KIP അധികൃതർ നോട്ടീസ് നൽകിയതോടെ 70ന്റെ നിറവിലും അധ്വാനിച്ചു ജീവിക്കുന്ന ഒരമ്മയുടെ ജീവിതമാർഗമാണ് വഴിമുട്ടുന്നത്. കഴിഞ്ഞ 40 വർഷമായി ഓലുമുക്കിലെ ഒരു വിറകടുപ്പിൽ ചായ തിളപ്പിച്ച് ഉപജീവനം നടത്തിവന്ന സരസമ്മയ്ക്കും അച്ഛൻ കുഞ്ഞിനും വെറും 2 ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്ന കർശന നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. അധികൃതരുടെ ഈ നടപടി തികച്ചും മനുഷ്യപ്പറ്റില്ലാത്തതാണെന്നാണ് നാട്ടുകാരുടെ പക്ഷം. വൻകിട കയ്യേറ്റങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഉദ്യോഗസ്ഥർ പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഉപജീവനത്തിനായി കഷ്ടപ്പെടുന്നവരോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെ ശക്തമായ ജനവികാരം ഉയരുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സരസമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷാജു, മുനിസിപ്പൽ കൗൺസിലർ ആൻസി, രമേശ്, മുകേഷ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകി. 5-6 ദിവസം മുമ്പാണ് ഈ ഒരു നോട്ടീസ് കിട്ടുന്നത്. ഇതെല്ലാം സരസമ്മ ചേച്ചി കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നോട് മക്കളായിട്ട് ഇങ്ങനെ കാര്യങ്ങളെന്ന് പറഞ്ഞു. അത് നമ്മുടെ സാമൂഹിക പ്രവർത്തന നമ്മുടെ പ്രിൻസിന്റെ അടുത്ത് അത് അറിയിക്കുകയും ഞങ്ങളത് ആ KIPയുടെ എഞ്ചിനീയറെ പോയി കാണുകയും ചെയ്തിട്ടുണ്ടായി. ആ കണ്ടപ്പം ജേക്കബ് ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതായത് തമ്പുരാൻ കോയിക്കൽ ആരാണെന്ന് ജനത്തിന് മനസ്സിലാവണം. വേലി തന്നെ വിളവ് തിന്നുന്നത് മോശമാണ്. കാരണം ഈ പാവങ്ങൾ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മറ്റൊരു പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നിന്നു എന്ന് പറഞ്ഞ ഒറ്റ ഒരു കാരണത്താലാണ് ഈ 3 കടകളും എടുക്കാനുള്ള കാരണം. അത് അവര് തന്നെ സമ്മതിക്കുന്നുണ്ട്. അച്ഛൻ ഞാൻ പറയട്ടെ, കാരണം ശരിയാണ്. കാരണം ഇതൊരു രാഷ്ട്രീയ കളികളാക്കുന്നത് ശരിയല്ല. കാരണം ഈ പറയുന്ന വേലി തന്നെ വിളവ് തിന്നുവെന്ന് പറയും. കാരണം അത് കഴിഞ്ഞിട്ട് ഞാനൊരു മാന്യനാന്ന് പറഞ്ഞാൽ അതൊരു നല്ല പ്രവണതയല്ല. അത് ജനത്തിന്റെ മുമ്പിൽ തന്നെ അത് കൊണ്ടുവരാൻ തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ MLA ബാലഗോപാൽ സഹാവിനെ, മന്ത്രിയും കൂടെ ബാലഗോപാൽ സഹാവിനെ അറിയിച്ചതും അതുകൂടെ വരാനും കാരണം. കിണ്ണമംഗലം തട്ടത്ത് ജംഗ്ഷനില് KIPയുടെ കരാറിൽ പോകുന്ന ഈ ഭാഗത്ത് 2 വളരെ പഴക്കമുള്ള ചെറിയ ചായക്കടകളാണ്. അത് കഴിഞ്ഞ ദിവസം നോട്ടീസ് കൊടുത്ത് അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞിട്ട് ചാനലിലൊക്കെ വന്നതിലാണ് ശ്രദ്ധപ്പെട്ടത്. സോഷ്യൽ മീഡിയ വരുന്നു. അപ്പോൾ ഈ 2 സ്ഥലത്തും അവിടെ ആണെങ്കിൽ വളരെ പ്രായമുള്ളതാണ് അവരുടെ അമ്മ, അവരൊറ്റയ്ക്കേ ഉള്ളൂ. അവരുടെ ഒരു ജീവിതമാർഗമാണ്. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നാട്ടുകാർക്കെല്ലാം വലിയ സംബന്ധിച്ച് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം കൂടി വന്ന് നോക്കാൻ വന്നത്. ഇവിടെ കുഴപ്പം വരാതെ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറുക എന്നുള്ളതാണ് സാധാരണഗതി വേണ്ട കാര്യം. ഇപ്പോൾ റോഡിന് വീതി കിട്ടുന്നത്, ഇനി വേറൊരു ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴായാലും വേറൊരു കൺസ്ട്രക്ഷൻ ഇല്ലാതെ ചെറിയൊരു അനുഭവത്തോടു കൂടി ചെയ്യാമെന്നാണ് സാധാരണഗതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ആ തരത്തിൽ നമുക്ക് ശ്രദ്ധപ്പെടുത്താം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. തഹസിൽദാരും അന്ന് സ്ഥലം നോക്കിയിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു തഹസിൽദാരുടെ ഈ സ്ഥലം മനസ്സിലാക്കണം. വാർത്തയെ പറഞ്ഞിട്ട് എന്താണെന്ന് നോക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതനുസരിച്ച് തുടർന്ന് ബന്ധപ്പെട്ട ആളുകളോട് പരമാവധി കാര്യങ്ങളിൽ മറുപടി സ്വീകരിക്കാനും വിചാരിക്കും. 11-ാം വാർഡിലെ കൗൺസിലറാണ്. എനിക്ക് ഏറെ നാളായിട്ട് അമ്മയെ കുറേയേറെ വർഷങ്ങൾ കൂടിപ്പോയാൽ 10-15 വർഷമായിട്ട് അമ്മയെ പരിചയമുണ്ട്. അമ്മയുടെ ചായ കച്ചവടം ചെയ്താണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ഉപജീവനമാർഗമായിട്ട് അമ്മ ഡെയിലി ചായ കച്ചവടം ചെയ്താണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് KIPയിൽ ഒരു നോട്ടീസ് വരികയും അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു. അതുതന്നെ ഞങ്ങൾ മന്ത്രിയായിട്ട് ഡയറക്റ്റ് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെ മന്ത്രി ഇവിടെ വരികയും ചെയ്തു. അതിനനുസരിച്ച് അമ്മയ്ക്ക് ഒരു ശാശ്വത പരിഹാരം തന്നെ കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് അതിന് നടപടി സ്വീകരിക്കുമെന്നാണ് അമ്മയെടുത്ത് പറഞ്ഞേക്കുന്നത്. ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അതുപോലെ തന്നെ 40 വർഷം കൊണ്ടുള്ള മറ്റൊരു കടയിൽ സ്ഥാപനമുണ്ട്. പെട്ടെന്ന് പൊളിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ അവരുടെ പരാതിയുടെ മനസ്സിലാക്കുന്നത് മറ്റെന്തോ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു സംശയവും വേണ്ട, ഒരാശങ്കയും വേണ്ട. ഇവർ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ഈ സ്ഥാപനങ്ങൾ എങ്ങനെയാണോ നിലനിൽക്കുന്നത് ആ നിലയിൽ തന്നെ നിലനിൽക്കും. ഒരാശങ്കയുടെയും കാര്യമല്ല. മുനിസിപ്പാലിറ്റി കേരള നമ്മുടെ MLA ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള KN ബാലഗോപാൽ അവർ അതിൻ്റെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ ഞങ്ങളും ഉറപ്പ് തരികയാണ്. ഒരാശങ്കയുടെയും പ്രശ്നമില്ല. ആ പാവപ്പെട്ടവരെ സഹായിക്കാൻ പാവങ്ങളെയും സാധാരണക്കാരെയൊക്കെ സഹായിക്കുന്നതിനാണ് ജനപ്രതിനിധികളും ഒക്കെ ഉണ്ടാകുന്നത്.
അതേ ജനപ്രതിനിധികൾ ഇത്തരം കാര്യങ്ങളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന നടപടി തികച്ചും തെറ്റാണ്. ഇതൊന്നും രാഷ്ട്രീയപരമായി കണ്ടിട്ടില്ല. പാവങ്ങളാണ്, സാധാരണക്കാരാണ്. അവർക്ക് ജീവിക്കാൻ വകയില്ലാതെ 40 വർഷം ഒരു അമ്മ ചായ അടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ചേർത്ത് വെക്കേണ്ടവരാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധികൾ ചേർത്ത് വെക്കേണ്ടവർ. ഇതിൽ നിയമത്തിന്റെ പേരിലോ ഗുരുത്തിന്റെ പേരിലോ ഒന്നും അതിനൊന്നും ആവശ്യമില്ല. ഈ ജനസമൂഹം തന്നെ വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും മനുഷ്യത്വമുള്ളവരാണ്. തീർച്ചയായും ഈ ആളുകളൊക്കെ മനുഷ്യത്വമുള്ളവർ കടന്നു വന്നു. അവരെ ആ നിലയിൽ തന്നെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ മന്ത്രിയുടെ ഭാഗത്തുനിന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തും ഉണ്ടാകുന്ന ഇവിടെ കടയുള്ളതാണ്, ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്, ഇന്നത് ഇവിടെ MDM ഉണ്ട്, കഞ്ചാവുണ്ട്, ചാരായം കുടിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്ന പണികളാണ് കയ്യിലുള്ളത്. പക്ഷേ അത് നിർത്തണം. നമ്മളതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. അത് നടത്തിക്കൊണ്ടിരിക്കുക. ഇത്രയും വർഷം കൊണ്ട് ഒരു പ്രശ്നവുമില്ല. 35-40 കൊല്ലമായി ഒരു പ്രശ്നമായി. ഇപ്പോൾ ഒരു ഇലക്ഷൻ സംബന്ധിച്ചാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടായത്. അല്ലാതെ ഒരു പ്രശ്നമുള്ള കടകളല്ല. ഈ ആളുകൾ ഈ പരാതി കൊടുത്തതും തന്നെ ഇവിടെ ഒന്ന് ചായ കുടിക്കാൻ പറ്റുന്ന പാർട്ടിയായിരുന്നു. ഈ പ്രദേശത്ത് എന്ത് കാര്യമുണ്ടെങ്കിലും സഹായിക്കാൻ ഒരു മനസ്സുള്ള കക്ഷിയാണ് ഈ കട നടത്തുന്ന അച്ഛനും സരസമ്മയ്ക്ക്. അതേപോലെ അപ്പുറത്ത് കടയുണ്ട് സരസമ്മക്ക്. അവരും ഇതേപോലെ തങ്ങളുടെ 6 മണിക്ക് ഇവിടെ വന്ന് കച്ചവടം ചെയ്യുകയും തിരിച്ചു പോവുകയും ഇത് ശത്രു രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്ന ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഇതിന് മാറ്റം വരുത്തണമെന്ന് നമുക്ക് പറയാനുണ്ട്.